തികച്ചും ദൗർഭാഗ്യകരമാണ്. അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ അങ്ങനെ ഒരു കക്ഷിയെയോ ഒരു ആളെയോ ഒന്നും ആക്രമിക്കാൻ ആരും നേരത്തെ തീരുമാനിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ട് അവിടെ വന്ന ജനക്കൂട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 4 ലക്ഷത്തിലും കൂടുതൽ അവിടെ ഇട്ട കസേര, അവിടെ ചുറ്റും നിൽക്കാനുള്ള സ്ഥലം, അവിടുത്തെ എല്ലാ വീടുകളുടെയും മുകളിലെ ആളുകൾ. മനുഷ്യൻ പലതരാണല്ലോ, അവരുടെ പിന്നെ സ്വഭാവമൊന്നും നമുക്ക് തീരുമാനിക്കാനോ നമുക്ക് നിശ്ചയിക്കാനോ ആകുന്ന ഒരു കാര്യമല്ല. ഒരർത്ഥത്തിലും ഒരു തലത്തിലും ഏതെങ്കിലും വിധത്തിലുള്ള ചെറു സൂചനകൾ പോലും അക്കാര്യത്തിലില്ല. അവിടെ തന്നെ ഞങ്ങൾ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം നടന്നപ്പോൾ അവിടെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെല്ലാം സദസ്സിലേക്ക് പോയി പരമാവധി അക്കാര്യത്തിൽ ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. അവർക്കും നന്നായിട്ട് അറിയാം അതെങ്ങനെ ആസൂത്രിതമായിട്ടൊന്നല്ല. അങ്ങയുടെ പരാമർശം മാനസിക വേദന ഉണ്ടാക്കി എന്ന് പിന്നീട് സിദ്ദിഖ് മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു. അത് അദ്ദേഹം എന്താണ് അങ്ങനെ കണ്ടതെന്ന് എനിക്കറിയില്ല. അത് ചില പരാമർശങ്ങൾ കേൾക്കുമ്പോൾ എന്നെക്കുറിച്ചാണ്, എന്നെക്കുറിച്ച് മാത്രമാണെന്ന് തെറ്റായി ചിന്തിക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തെക്കുറിച്ചോ ഏതെങ്കിലും പാർട്ടിയെക്കുറിച്ചോ അല്ല. മാർച്ച് 27-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടെ തറക്കല്ലിട്ടു. അവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തറക്കല്ലിട്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഈ ഇട്ട കല്ലൊക്കെ വെറുതെയാകും എന്ന് കാണിച്ചുകൊണ്ട് വ്യാപകമായ ട്രോളുണ്ടായി. നിങ്ങൾ അന്നത് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ആ ട്രോളുകൾ ചിലത് വീണ്ടും ഷെയർ ചെയ്ത് ഇന്നലെ പുനഃസൃഷ്ടിച്ച ആളുകൾ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തി. എപ്പോഴും ഞങ്ങൾ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഏത് കല്ലിട്ടാലും ആ കല്ല് യാഥാർത്ഥ്യമാക്കുകയാണ്. ഞാൻ വളരെ വികാരപരമായി പറഞ്ഞതാണ്. അവിടെ ഞാൻ നടത്തിയ ആ പ്രസംഗത്തിൻ്റെ വികാരപരമായിട്ടുള്ള അനുഭവത്തിൽ ഞങ്ങൾ കല്ലിട്ട് പോകുന്നവരല്ല. അതിനെക്കുറിച്ച് ഒരുപാട് അവിടെ ഇരിക്കുന്ന 178 കുടുംബങ്ങളിലെ തന്നെ ആളുകൾ നേരത്തെ ഞങ്ങളോട് വികാരപരമായി സംസാരിച്ചിട്ടുണ്ട്. ഈ കല്ലിട്ടിട്ടും ഒന്നും നടക്കുന്നില്ലല്ലോ, ആയില്ലല്ലോ, എപ്പോൾ കിട്ടും. അതുകൊണ്ട് വളരെ വികാരപരമായി പറഞ്ഞതാണ്, ഞങ്ങൾ ഇട്ട ഒരു കല്ലും വെറുതെ ആവില്ലെന്നും കല്ലിൽ കല്ല് ചേർത്ത് വെച്ചൊരു വീടുണ്ടാക്കി നാടിന് സമർപ്പിക്കുന്നുവെന്നും അതിപ്പോൾ സാധ്യമായി എന്നും ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിലും ആരെയും വേദനിപ്പിക്കാനല്ല. ഞാൻ ഈ ദുരന്തം മുതൽ 1.5 വർഷക്കാലമായി അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഞങ്ങൾ ആഗസ്റ്റ് മാസത്തിൽ ഓടിപ്പോയി എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഞാനൊരു അക്ഷരവും മിണ്ടിയില്ലല്ലോ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അന്ന് കണ്ടതാണ് ഈ പിന്നെ സബ് കമ്മിറ്റിയെ. പിന്നെ അവിടെ ആ സബ് കമ്മിറ്റിക്കാരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരക്ഷരവും മിണ്ടിയില്ല. കാരണം ആ എൽസ്റ്റോൺ എസ്റ്റേറ്റിലെ വലിച്ചു കളഞ്ഞ തേയിലച്ചെടികളിൽ കുതിർന്നു നിൽക്കുന്ന മണ്ണിന് പോലും ഞങ്ങളുടെ പാദസ്പർശനത്തിൻ്റെ മിനിറ്റ് അറിയാം. അങ്ങനെ അവിടെ നടന്ന് വേർപ്പ് അനുഭവിച്ചയാളാണ് ഞാൻ. അത് ഇന്നലെ ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യർ ഞങ്ങളോടെല്ലാം കാണിക്കുന്ന ഇടപെടൽ കണ്ടപ്പോൾ അവരുടെ വീട്ടിൽ അംഗത്തെ പോലെ ഞങ്ങളുണ്ടായിരുന്നു എന്ന് മനസ്സിലായി. ഞാൻ അതിന് മറുപടി പറഞ്ഞില്ല. 1.5 കൊല്ലത്തിനിടയിൽ ഈ വിഷയത്തിൽ ഒരു കാരണവശാലും ഒരു ഘട്ടത്തിലും ഏതെങ്കിലും രാഷ്ട്രീയമായ അഭിപ്രായം പറഞ്ഞതല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട പ്രശ്നമില്ല. ഞങ്ങളിപ്പോഴും ഉറപ്പിച്ചു പറഞ്ഞു, ഒരു കല്ലിട്ടാൽ കല്ലിൽ കല്ല് വയ്ക്കും. എന്തിനാണോ കല്ല് വെച്ചത് അത് പൂർത്തീകരിക്കും. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതു പോളിസിയാണ്. ആരെയും വേദനിപ്പിക്കാനല്ല.